ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ സാധാരണ കട്ടിംഗ് ബോർഡൊക്കെ നല്ല ചളി പിടിച്ച് ഇതുപോലെ കളറാവാറുണ്ട് ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കട്ടിംഗ് ബോർഡ് നമ്മൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായി ഞാൻ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കത്തി കൊണ്ട് ഏകദേശം കട്ട് ചെയ്തിട്ടുള്ള ആ വരകളൊന്നും പോവില്ല കേട്ടോ, ചളി മാത്രമേ ഇളകുള്ളൂ. അതിന് ശേഷം ലേശം കൂടി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയും ഉപ്പും പൊടിയും കൂടിയാണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം ഒരു നാരങ്ങൻ്റെ നീരും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നന്നായി ഒന്ന് പതഞ്ഞ് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് പതഞ്ഞ് വരും. അങ്ങനെ ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കട്ടിംഗ് ബോർഡിലെ അണുക്കളൊക്കെ പോകും കേട്ടോ. കുറച്ച് വിനാഗിരിയും കൂടി നമുക്കതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടി നമ്മുടെ നാരങ്ങൻ്റെ ഈ തോട് തന്നെ മതി കേട്ടോ. ഇതാകുമ്പോൾ നന്നായി ഒന്ന് ഇളകും. ഇതിൻ്റെ കറകളും അതുപോലെ തന്നെ ഇതിൻ്റെ അണുക്കളൊക്കെ നന്നായി ഒന്ന് നശിച്ചു പോകാൻ തന്നെ ഈ ഒരു പ്രോസസ്സിൽ തന്നെ മതി കേട്ടോ. അത് നന്നായി ഒന്ന് ജസ്റ്റ് അതുപോലെ ഒന്ന് ആക്കി വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്ക് ഇത് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി കറകളൊക്കെ ഒന്ന് ഇളകി നമ്മുടെ മുറിച്ച പാടുകളൊന്നും പോകില്ല കേട്ടോ. ഇനി ഇത് നമ്മൾ ഏതാണ് സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് ആ സ്ക്രബ്ബർ കൊണ്ട് തന്നെ നമുക്ക് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ. നമ്മുടെ സാധാരണ പാത്രമൊക്കെ കഴുകുന്നത് ഏത് ലിക്വിഡാണോ സ്ക്രബ്ബർ ഏതാണോ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് കഴുകിയെടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു മാസത്തിൽ 2 വട്ടമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ അണുക്കളൊക്കെ അതിൽ നിന്ന് പോകാനൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ വെള്ളയിച്ച് നന്നായി ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്നായി കട്ട് ചെയ്ത പാടുകളുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു കട്ട് ചെയ്ത ഇത് പോകാത്തത്. ബാക്കിയൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു ടിപ്പ് പറയുന്നത്, നമ്മുടെ പാത്രത്തിലൊക്കെ സാധാരണ നമ്മൾ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കി നമ്മൾ സ്പൂണോട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ സ്പൂണ് വീയാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ സ്പൂണ് വീയാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി സ്പൂണ് വീയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂണിൽ നന്നായി ഒന്ന് റബ്ബർ ബാൻഡ് കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കെട്ടിയെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ സ്പൂൺ ആ ലെവലിൽ തന്നെ നിന്നോളും കേട്ടോ. ഇത്ര ഇളക്കി കഴിഞ്ഞാൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്പൂണ് വീയാതെ നിന്നുകൊള്ളും.